ഈ സാധ്യതകൾ പറയുന്ന സമയത്ത് ഈ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും വലിയൊരു അപാകത എന്നുള്ളത് CPM തമ്മിലൊരു പ്രതിസന്ധി പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം ആദ്യം ഉണ്ടായിരുന്നു. ഈ ചേർപ്പ് പഞ്ചായത്തിൽ തന്നെ CPIയിൽ നിന്ന് ഒരുപാട് ആളുകൾ രാജിവെച്ച് സുനിൽകുമാറിനെതിരെ പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായി. രണ്ടാമത്തത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിലവിലെ MP ആയിട്ടുള്ള TN പ്രതാപൻ സ്ഥാനാർത്ഥിയാകും എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, ചുമരെഴുത്തടക്കമുള്ള കാര്യങ്ങൾ. അതിനുശേഷം അപ്രതീക്ഷിതമായിട്ട് K മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. ചേർപ്പിലെ CPIക്കാരുടെ മാറ്റം അല്ലെങ്കിൽ അവർ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്. അത് കാര്യമായിട്ട് ഇലക്ഷനെ ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ TN പ്രതാപന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, TN പ്രതാപൻ മറ്റേ പടിഞ്ഞാറൻ മേഖലയിലെ തീരദേശ മേഖലയിലും അതുപോലെ തന്നെ മുസ്ലിം ബെൽറ്റിലും വലിയ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പിൻബലത്തിൽ ജയിച്ചു പോകുന്ന അത് ടാക്കിൾ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുള്ള നേതാവാണ് ശ്രീമാൻ TN പ്രതാപൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പിൻവാങ്ങൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മറ്റേ മാസ് വോട്ട് ബേസിസിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അത് നിങ്ങൾ ഈ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ പല ബൂത്തുകളുടെ വോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെക്കാളും 7%, 8% ഒക്കെ വോട്ട് കുറഞ്ഞിട്ടുള്ള ബൂത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ നമ്പേഴ്സിൽ 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള 78% മുകളിലൊക്കെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള പല ബൂത്തുകളും ഇത്തവണ 65-66 റേഞ്ചിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പൊ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം വോട്ട് കൂടിയ മറ്റേ അസംബ്ലി മണ്ഡലം ഗുരുവായൂരാണ്. 9,000 ശിഷ്ടം വോട്ടുകളാണ് ഗുരുവായൂർ കൂടിയിട്ടുള്ളത്. ഈ 9,000 ശിഷ്ടം വോട്ടുകൾ കൂടിയതിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് വ്യാപകമായിട്ട് കൂടിയിട്ടുള്ളത് ഗുരുവായൂർ നഗരമേഖലയിലാണ്, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെ നഗരമേഖലയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചാവക്കാടിന്റെ തീരദേശ മേഖലയിലൊക്കെ വോട്ടുകളുടെ എണ്ണം കുറയുകയും നഗരമേഖലയിൽ കൂടുതൽ ഹിന്ദു വോട്ടുകൾക്ക് ശക്തിയുള്ള മേഖലയിൽ, അതും അപ്പർ കാസ്റ്റ് ഹിന്ദു എന്ന് പറയുന്ന കണ്ടീഷനിലുള്ള മേഖലകളിൽ വോട്ട് കൂടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് മാറാനാണ് സാധ്യത. അപ്പൊ ഈ ചാവക്കാട് മേഖലകളിലുള്ള വോട്ടിന്റെ കുറവ്, അതുപോലെ നാട്ടിക എന്ന് പറയുന്നത് പ്രതാപിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്താണ്. അദ്ദേഹത്തിന്റെ ഹോം ഗ്രൗണ്ടാണ്, അദ്ദേഹം തളിക്കുളംകാരനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ നാട്ടിക മേഖലയില് ധീവര അതുപോലെ തന്നെ മറ്റേ മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ വലിയൊരു സ്വാധീനത്തിന് കിട്ടിയിരുന്ന ഒരു അപ്പർ ഹാൻഡ്, നാട്ടികയിൽ വലിയ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഇലക്ഷനിൽ. 2000 വോട്ടിന്റെ വേരിയേഷനാണ് ഉണ്ടായിരുന്നത് മറ്റേ രാജാജിയും അതുപോലെ തന്നെ മറ്റേ പ്രതാപനും തമ്മിൽ. ഏകദേശം 2000 വോട്ടിന്റെ വ്യത്യാസമാണ് സുരേഷ് ഗോപിയും രാജാജിയും തമ്മിൽ. അപ്പോൾ ഒരു 2000-3000 വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റിൽ അത് നേടാൻ സാധിച്ചത് ഒരു പക്ഷേ പ്രതാപൻ എന്ന് പറയുന്ന ആൾക്ക് അവിടെയുള്ള ഒരു വ്യക്തി സ്വാധീനം കൂടി കണക്കിലെടുത്തിട്ടാണ്. അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വലിയൊരു മണ്ഡലമാണ് തൃശ്ശൂർ നഗരം. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയും പത്മജയും ഏറ്റുമുട്ടിയപ്പോൾ മറ്റേ തൂണും ചാരി നിന്നവൻ പെണ്ണിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ അവസ്ഥയിൽ ജയിച്ച മണ്ഡലമാണ് മറ്റേ തൃശ്ശൂർ മണ്ഡലം. P. ബാലചന്ദ്രൻ MLA. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ മോശമാണ് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ ആളുകളും തുറന്നു സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തൃശ്ശൂർ മണ്ഡലത്തില് കൃത്യമായിട്ട് അവർക്ക് തെറ്റ് തിരുത്താൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഈ ഇലക്ഷൻ അവർ കാണും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ തൃശ്ശൂര് നിങ്ങൾ മാധ്യമ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങൾ തൃശ്ശൂർ ടൗണിൽ പോയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂരത്തെ മറ്റേ MLA എവിടെ കാണാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ 5:30-ക്ക് ശേഷം എലൈറ്റിൽ കാണാം എന്നാണ് ആൾക്കാർ പറയുക, എലൈറ്റ് ബാറിൽ. അപ്പൊ അദ്ദേഹത്തിന് അത്രയും മോശമായിട്ടുള്ള മറ്റേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് ടോർച്ചർ ചെയ്യാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല, പക്ഷെ തൃശ്ശൂർ അങ്ങനെ ഒരു സെയിങ് ഉണ്ട്. അപ്പോ ഇത്തവണ കോൺഗ്രസും അതുപോലെ തന്നെ BJPയും കഴിഞ്ഞ തവണ മുഖാമുഖം ഏറ്റുമുട്ടി അവരവരുടേതായ ശക്തി തെളിയിച്ചപ്പോൾ തൂണും ചാരി നിന്നവൻ പെണ്ണിനെ കൊണ്ടുപോയി എന്നുള്ള ഒരു അവസ്ഥ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട്. അതില്ലാതിരിക്കാൻ ഇത്തവണ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തൃശ്ശൂർ നഗരമണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ രീതിയിൽ മുന്നേറാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിന് മറ്റേ തൃശ്ശൂർ പൂരത്തിന്റെ അവസാന ലാപ്പിലുണ്ടായ തൃശ്ശൂർ പൂരത്തിന്റെ ഇഷ്യൂകൾ കൂടെ ഒരു പരിധി വരെ ഒരു പക്ഷെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് മാറുന്നതിന് സഹായിച്ചേക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ UDFന് SDP പരസ്യമായിട്ടൊരു പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ തന്നെ ചാവക്കാടുള്ളൊരു പുന്നൻ ഔഷാദ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്തിയ
ഒരു സംഘടന തന്നെയായിരുന്നു ഈ പോപ്പുലർ ഫ്രണ്ട് SDP അങ്ങനെ ഒരു ടീം. അപ്പോൾ പരസ്യമായിട്ട് കേരളത്തിലെ UDF അവരുടെ ഒരു പിന്തുണ സ്വീകരിക്കുന്ന അവസ്ഥയായിരുന്നു മുരളീധരനടക്കം പറഞ്ഞത്, ഞങ്ങൾ ആരുടെ വോട്ട് വേണമെങ്കിലും സ്വീകരിക്കുന്നുള്ളൂ. അപ്പം ഇതെല്ലാം ഇവിടുത്തെ തൃശ്ശൂരിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വികാരം ഉണ്ടാവില്ലേ അവർക്കെതിരെയുള്ളത്, അത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുണ്ടാവും. ഞാൻ അതിനെ കുറച്ചും കൂടിയും നോക്കി കാണുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്നുള്ളതിനേക്കാളും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ എന്നുള്ളതാണ്. തൃശ്ശൂര് നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റുള്ള കേരളത്തിലെ മറ്റേ നഗരങ്ങൾ പോലെയല്ല. തൃശ്ശൂര് ഒരു പ്രത്യേക ഇക്കോ സിസ്റ്റം നിലവിലുള്ള സ്ഥലമാണ്. അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ആർക്കും അപ്പർ ഹാൻഡ് ഇല്ല. എല്ലാവരും വളരെ സമന്മാരായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പക്ഷെ ഇന്ന് കേരളത്തിലെ പല മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ക്രിസ്ത്യൻസിനെ സാരമായിട്ട് അവരുടെ മനസ്സിനെ വേവലാതിപ്പെടുത്തുന്നു എന്നുള്ളതൊരു ഒരു സത്യാവസ്ഥയാണ്. ഇപ്പോൾ പൂഞ്ഞാറിൽ ആ ഫാദറിനെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണം, അതുപോലെ ഇപ്പൊ ഈ റംദാൻ മാസങ്ങളിൽ മലപ്പുറം ഭാഗങ്ങളിൽ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ അടച്ചിടണം എന്നുള്ള രീതിയിലുള്ള പല മേഖലകളിലും നടക്കുന്ന പ്രശ്നങ്ങൾ, ഒരു പരിധിവരെ ലവ് ജിഹാദ് എന്നുള്ള ഒരു പേടി, അതെല്ലാം ഇവരുടെ മനസ്സിൽ കാര്യമായിട്ട് ഉണ്ട്. അപ്പോ ഇപ്പോ നമ്മള് കൊട്ടിക്കലാശത്തിന്, തൃശ്ശൂർ നടന്ന കൊട്ടിക്കലാശത്തിന് തെക്കേ ഗോപുരനടയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാല് ഞാനത് വളരെ എന്താ പറയുക, കൗതുകത്തോടു കൂടിയിട്ട് വാച്ച് ചെയ്തതാണ്. നിങ്ങളും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. CPIയുടെ സുനിൽ കുമാറിന്റെ കൊട്ടിക്കലാശം നടക്കുന്ന ജോസ് തിയേറ്ററിന്റെ മുമ്പിലത്തെ ഭാഗത്ത് ഒരുപാട് ചുവന്ന കൊടികൾ പാറി പറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ട് പോലും അതിനകത്തൊരു CPMന്റെ കൊടി കണ്ടില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ ഒരു കൊടി പോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം CPMകാര് CPIയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു എന്നൊന്നുമല്ല. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെ പതിവുണ്ട്. നമ്മൾ അങ്ങനത്തെ പ്രകടനമൊക്കെ വരുമ്പോൾ എല്ലാ ഘടകകക്ഷികളും വരാറുണ്ട്. നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, ശ്രേയാംസ് കുമാറിന്റെ LJPയുടെ കൊടി ഉണ്ടായിരുന്നു. അതുപോലെ ജോസ് കെ മാണിയുടെ കൊടി ഉണ്ടായിരുന്നു. കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസിന്റെ കൊടി ഉണ്ടായിരുന്നു. CPIയുടെ കൊടി ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കൊടി എന്ന് പറയുന്നത് PDPയുടേതാണ്. PDP എനിക്ക് തോന്നുന്നത് അവിടെ ഏറ്റവും അധികം പാറിക്കളിച്ചിരുന്ന CPIയുടെ കൊടി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടായിരുന്നത് PDPയുടേതാണ്. ഒബിയസ്ലി ഇത് തൃശ്ശൂർ നഗരത്തിലാണ് നടക്കുന്നത്. തൃശ്ശൂർ നഗരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു വ്യാപാരി സമൂഹം ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലമാണ്. അവരിത് വീക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മതമൗലികവാദികളുടെ അല്ലെങ്കിൽ തീവ്ര നിലപാടുകൾ സ്വീകരിച്ച് നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ടുമായിട്ട് മത്സരിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ സുനിൽ കുമാറിനെ പോലെയുള്ള ഒരാൾ മാറിയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരുപക്ഷെ ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഉയർന്നു വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒരു പരിധി വിട്ടാൽ അല്ലെങ്കിൽ ഒരു പരിധി വരെ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് മാറാനുള്ള സാഹചര്യമാണ്. പ്ലസ് തൃശ്ശൂര് നമ്മളെല്ലാവരും കാണേണ്ട മറ്റൊരു വലിയ വസ്തുത എന്ന് പറയുന്നത് തൃശ്ശൂര് ഒരുപാട് വികസനത്തിന് സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഈ വികസനം തൃശ്ശൂർ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് തൃശ്ശൂരത്തെ വ്യാപാരി സമൂഹത്തിനും അവിടെ കച്ചവടം നടത്തുന്ന ആളുകൾക്കും അവിടെ പരമ്പരാഗതമായിട്ട് സ്ഥലമുള്ള ആളുകൾക്കും അവിടെ പലതരത്തിലുള്ള വേരുകളുള്ള ആളുകൾക്കൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു വികസനം തൃശ്ശൂരിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിക്ക് സാധിക്കുള്ളൂ എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് രാജ്യത്ത് നിലവിലുള്ളത്. ആ സമയത്ത് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹത്തിന് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ആളല്ല. അയാളുടെ വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ആളാണ്. നരേന്ദ്രമോദിയായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. ഒരു കേന്ദ്രമന്ത്രിയാവാൻ സാധ്യതയുള്ള ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ BJPക്ക് ആദ്യമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സീറ്റാണ് തൃശ്ശൂര്. ഒരു പക്ഷെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഒക്കെ ഇത്തവണ BJP വിജയിക്കുകയോ അല്ലെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തുകയോ ചെയ്യാം. പക്ഷെ തൃശ്ശൂർ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയുടെ ഒരു അക്കൗണ്ട് തുറക്കുന്ന സ്ഥലമായിട്ട് തൃശ്ശൂർ മാറും. അപ്പോൾ അത് വലിയ വികസനത്തിന് തൃശ്ശൂർ സ്കോപ്പ് ഓപ്പൺ ചെയ്യും. അങ്ങനെ വികസനം വരുന്ന സമയത്ത് തൃശ്ശൂരിലെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്ന് വലിയ ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്ത ഇവിടുത്തെ വലിയൊരു സമൂഹത്തിന്റെ ഇടയിൽ ഇത്തവണ ലൈവായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സുനിൽകുമാർ മോശക്കാരനായിട്ടോ മുരളീധരൻ മോശക്കാരനായിട്ടോ അല്ല, അവർക്ക് അവിടെ പോയാൽ ഒന്നും ചെയ്യാനില്ല.
അവർ വെറുതെ 5 വർഷം അവിടെ പോയി വരാമെന്നല്ലാതെ നാടിനോ നാട്ടുകാർക്കോ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ് പ്രത്യേകിച്ചും ഒരു അപ്പർ മിഡിൽ ക്ലാസിന്റെ ഉള്ളിൽ തൃശ്ശൂര് പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ഇടയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സുരേഷ് ഗോപിക്ക് പോസിറ്റീവായിട്ട് മാറും. ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ചേട്ടാ ഈ ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചു. താങ്ക് യു. ഇത്രയാണ് പ്രധാനമായിട്ട് തൃശ്ശൂരിലെ BJPയുടെ ഒരു വിജയ സാധ്യതയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും അതോടൊപ്പം തന്നെ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമുൽ മാത്യു സാറിനെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരെല്ലാവരും ഈ തൃശ്ശൂരിലെ BJPയുടെ ഒരു വിജയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനത്തിൽ വിജയിക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. 40,000 മുതൽ 60,000 വരെ വോട്ടുകൾക്ക് സുരേഷ് ഗോപിയോടെ വിജയിക്കണം, അതാണ് സാധ്യത എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ എന്താണെങ്കിലും ജൂൺ 4 വരെ നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരുന്നേ മതിയാകൂ. വരുന്ന ദിവസങ്ങൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വീഡിയോകൾ ചാനലിടും എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി പറയുകയാണ്. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നതാണ്. അത് ഇരിഞ്ഞാലക്കുടയിലെ BJPയുടെ പ്രവർത്തന സംവിധാനങ്ങൾ പഴയതിനെക്കാട്ടും കൂടുതൽ എത്രത്തോളം വലിയ രീതിയിൽ മുന്നോട്ട് ഇത്തവണ പോയി എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. ഇങ്ങനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. തൃശ്ശൂരിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.